ബി.ജെ.പി ജയിച്ചാലും കോൺഗ്രസും യു.ഡി.എഫും തകരണമെന്ന നിലപാടാണ് സി.പി.എമ്മിനുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം.എൽ.എ. ബി.ജെ.പിയിലെ 4 സ്ഥാനാർത്ഥികളെങ്കിലും ശക്തരാണെന്ന എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രസ്താവന ഇതാണ് വെളിപ്പെടുത്തുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. സി.പി.എം ബി.ജെ.പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഹരിപ്പാട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സി.പി.എം ബി.ജെ.പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ തകർക്കുക, യു.ഡി.എഫിനെ ഇല്ലായ്മ ചെയ്യുക, ബി.ജെ.പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസും യു.ഡി.എഫും തകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സി.പി.എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. കേരളത്തിലെ 4 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ഇന്ന് അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാക്കുന്നതാണ്. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ബി.ജെ.പി ജയിച്ചാൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടിയായി സി.പി.എം മാറുകയാണ്. അതുകൊണ്ടാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത് കോൺഗ്രസും എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലല്ല മത്സരം, എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞത്. ബി.ജെ.പി ജയിച്ചാൽ അതിൽ സന്തോഷിക്കുന്ന പാർട്ടിയാണ് സി.പി.എം എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബി.ജെ.പിയിലെ 4 സ്ഥാനാർത്ഥികളെങ്കിലും മികച്ചവരാണെന്ന ഇ.പി. ജയരാജന്റെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറായിട്ടില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് കളക്ടർ അലക്സ് വർഗീസ്. ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലായി ജില്ലയിൽ 2614 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് കളക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നമ്മൾ 2ാമത്തെ ഫേസിലാണ് കേരളത്തിൻ്റെ ഇലക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം 28/3/2024 2ാം ഫേസാണ് കേരളം എന്ന് പറഞ്ഞു. 3, 4, 5, 6, 7 ഫേസുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ കൗണ്ടിംഗ് ഡേറ്റ് ആരംഭിക്കത്തുള്ളൂ. 4/6 ക്രമീകരിച്ചേക്കുന്നത്. നമുക്ക് ഈ ജില്ലയിലെ മൊത്തം ഇലക്ടേഴ്സിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ നമുക്ക് മൊത്തം നമുക്ക് അറിയാവുന്ന ഒരു 9 LACകളാണ് നമുക്കുള്ളത്. അതിൽ 6 ആലപ്പുഴയിലും 3 കുട്ടനാടിന് പിന്നെ മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസിട്ടാണല്ലോ 3 ഇത് വേണം വരുന്നത്. നമുക്ക് ആലപ്പുഴയുടെ പരിശോധിക്കുന്ന സമയത്ത് അരൂർ നമുക്ക് മെയിൽ വോട്ടർമാർ ഏകദേശം 94,894 പേരാണ് മെയിൽ വോട്ടേഴ്സ് ഉള്ളത്. ഫീമെയിൽ വോട്ടേഴ്സ് 99,591. അവിടെ നമുക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആരും തന്നെ ഇല്ല. മൊത്തം അങ്ങനെ ഇലക്ട്രൽ കൗണ്ടുള്ളത് 1,94,485 പേരാണ് നമുക്ക് അരൂർ LAC എന്നുള്ളത്. ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലയിൽ ഇത്തവണ 8,98,507 സ്ത്രീ വോട്ടർമാരും 8,22,789 പുരുഷ വോട്ടർമാരും 10 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ 1333 മാവേലിക്കര മണ്ഡലത്തിൽ 1281 പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ പ്രവർത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർമാരായി ആലപ്പുഴയിൽ ജില്ലാ കളക്ടറും മാവേലിക്കരയിൽ ADM വിനോദ് രാജും പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള യോഗം പൂർത്തിയായെന്ന് കളക്ടർ അറിയിച്ചു. വിവിധ ചുമതലകൾ നിറവേറ്റുന്നതിനായി 24 നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ADM വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, അഡീഷണൽ SP ST സുരേഷ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് എന്നിവരും പങ്കെടുത്തു. ഉപയോഗശൂന്യമായ നാട്ടുതോടും തകർന്നു വീഴാറായ പാലവും പൊട്ടിപ്പൊളിഞ്ഞ നടവഴിയും മൂലം യാത്രാ ദുരിതം നേരിടുകയാണ് ചമ്പക്കുളം പഞ്ചായത്ത് കണ്ടങ്കരി 6ാം വാർഡിലെ ഒരു കൂട്ടം ആളുകൾ. വൃദ്ധരും രോഗികളും കുട്ടികളും ദുരിതം അനുഭവിക്കുകയാണെന്നും അധികൃതർ ഇനിയെങ്കിലും തങ്ങളെ പരിഗണിക്കണമെന്നും ഇവർ പറയും. ചമ്പക്കുളം പഞ്ചായത്ത് 6ാം വാർഡ് കണ്ടങ്കരി 440 പാടശേഖരത്തിന് കിഴക്ക് ഭാഗത്തായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് നടക്കാൻ നല്ലൊരു വഴി പോലുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. ചമ്പക്കുളം 6ാം വാർഡിനെയും എടത്വ പഞ്ചായത്ത് 15ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ പാലവും അപകടാവസ്ഥയിലാണ്. നിരവധി വിദ്യാർത്ഥികളുള്ള പ്രദേശമാണിത്. ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഞങ്ങൾക്ക് കട്ടക്കലെടുത്ത് പോകാൻ യാതൊരു നിവൃത്തിയില്ല, ഒരു വഴിയില്ല, പാലമില്ല, തോട്ടിൽ നിറച്ച് പോളയാണ്. ഞങ്ങൾക്കിപ്പോൾ താൽക്കാലികം അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊരു പാലം വേണം. ഇവിടെ 3-4 രോഗികളുള്ളതാണ്.
ഏത് സമയത്ത് ഞങ്ങൾ പിടിച്ച് ചുമന്ന അക്കരയിട്ട് വിടുന്നത്. പിന്നെ പള്ളിക്കൂടത്ത് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾ ഏത് സമയത്ത് എവിടെയെങ്കിലും വെള്ളത്തിൽ താഴെ പോയിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് പറഞ്ഞിട്ട് അതിങ്ങനെ നേരത്തെ ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരത്തെ ആയിരുന്നു നോക്കിയായിരുന്നു നടപടി എല്ലാം സ്വീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ഇതൊരു അവൈറ്റായിട്ട് സ്വീകരിച്ച് എങ്ങനെയും എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നല്ല. വൃദ്ധരും രോഗികളും പ്രദേശത്തുണ്ട്. തകർന്ന വഴിയും അപകടാവസ്ഥയിലായ പാലവും ആശുപത്രിയിലേക്കുള്ള ഇവരുടെ യാത്രയെ ദുരിതപൂർണമാക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ കസേരയിലിരുത്തി ചുമന്നുകൊണ്ടുപോവുകയെ നിർവാഹമുള്ളൂ. ഞങ്ങൾ 2 ആമർന്നതിനും വേമ്പർന്നതും അറ്റാക്ക് രോഗി മറ്റേ ആയിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു തരത്തിലൊന്നും ആശുപത്രിയിൽ പോകാൻ പറ്റുകയില്ല. എന്നെ ഈ കസേര ഇരുത്തി 3-4 പേര് കൂടി കോരി അടിച്ച് പിന്നെ ഇതേ ഇരുത്തിയാണ് അക്കരെ കൊണ്ടുപോകണേ. എനിക്ക് നടക്കാനാവതില്ല. എൻ്റെ കാലയിലെ നഖയുടെ മുറിച്ച് കിടന്നാരൊക്കെ ബ്ലഡ് പാഴ്ചയൊക്കെ ഒഴുകും. എനിക്ക് കയറാനൊന്നും വയ്യ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാലം ഒന്ന് കിട്ടിയാൽ മതി. അല്ലാതെ ഒരു കൊഴുപ്പ് വേറൊന്നും ഞങ്ങൾക്ക് തരണ്ട. ഈ പാലം ഒന്ന് പണി തീർത്ത് ഞങ്ങൾക്ക് തരണം. ഒരു ഓട്ടോ ഞങ്ങളുടെ മുറ്റത്തൊന്ന് വരണം. ഞങ്ങൾ എന്നെയും കൊണ്ട് പോകാനും എന്നും കൊണ്ടുവരാനും മാത്രം. എടത്വ ചമ്പക്കുളം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന നാട്ടുതോടാകട്ടെ പോളയും കടകലും നിറഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുന്നു. കൊയ്ത്ത് നടക്കുന്ന കാലമായതിനാൽ കർഷകരും പ്രതിസന്ധി നേരിടുകയാണ്. തോടിനു കുറുകെയുള്ള പാലം പുനർനിർമ്മിക്കുന്നതിനായി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തുക അനുവദിച്ചിരുന്നുവെങ്കിലും ചിലർ തടസ്സം നിന്നതോടെ കരാറുകാരൻ പിന്മാറിയെന്നും പ്രദേശവാസികൾ പറയുന്നു. നടപ്പാത പോലും ഇല്ലാത്തൊരു വഴിയാണ് ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പാലത്തിന് സർക്കാർ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ പാലം തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം അത് സ്റ്റേ വാങ്ങിക്കുകയും കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഫലമായി അവർ ഒരു വെള്ളം കല്ലിറക്കിയിട്ട് ആ റോഡ് വേണ്ടാന്ന് വെച്ചിട്ട് ആ പണി വേണ്ടാന്ന് വെച്ച് അവർ നിർത്തിപ്പോകും. ഒരു വെള്ളം കല്ലിറക്കിയതാണ്. അവരുടെ പരാതിയുടെ പുറത്താണ് ആ പാലം ഇപ്പം നടക്കാതെ പോയിരിക്കുന്നത്. ഇപ്പം 2 വർഷത്തോളമായി അതിങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കുക. കളക്ടറെ വരെ പോയി കാണുകയും എടുക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ അവരുടെ പരാതിയുടെ പുറത്ത് ഇത് പിന്നീടും തുടർന്ന് ഇതുവരെ പോകാൻ ആ പണി പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങാൻ പോലും ഒന്നും പറ്റിയിട്ടില്ല. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന പാലം, നടുപൊടിക്കുന്ന നാട്ടുവഴി, പോളം നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ച നാട്ടുതോട്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരുമ്പോൾ ചമ്പക്കുളം പഞ്ചായത്ത് കണ്ടങ്കരി 6-ാം വാർഡിലെ ഈ വോട്ടർമാർ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇലക്ഷൻ ചൂടിനും വേനൽ ചൂടിനും ഒരുപടി മേലെയാണ് ഇവിടുത്തെ ചൂടൻ ചർച്ചകൾ. ശുദ്ധജല വിതരണത്തിനായി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ സ്ഥാപിച്ച RO പ്ലാന്റ് H. സലാം MLA നാടിന് സമർപ്പിച്ചു. 4-ാം വാർഡിലെ EK നായനാർ സ്മാരക സാംസ്കാരിക നിലയത്തിൽ സ്ഥാപിച്ച പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സാധാരണ നിലയ്ക്കുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചാൽ മറ്റൊരു അങ്ങനെ തോടോ പാടശേഖരമോ ഇല്ലാത്ത ഒരു ഭാഗത്തെ ഒരു പഞ്ചായത്ത് വാർഡ് പോലെ റോഡും സൗകര്യങ്ങളും അത്രയും എത്തിക്കാൻ കഴിയാതെ വരും. പക്ഷെ നിങ്ങൾ ഈ 2 വാർഡ് നോക്കുക. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വാർഡ് അപ്പുറത്തെ വാർഡ് നോക്കുക. അതാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയുള്ള വാർഡായിട്ട് കൂടിയും ഭൂപരമായ പ്രത്യേകത അങ്ങനെ പ്രയാസകരമായി നമുക്കുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രയാസമില്ലാതെ ഒരു കരഭൂമിയുള്ള പഞ്ചായത്ത് വാർഡിലെ റോഡുകളെ പോലെ തന്നെ അതിനേക്കാൾ മികവുറ്റ റോഡുകളായി നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശത്തെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. സാംസ്കാരിക നിലയത്തിൽ ചേർന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ K. സിയാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ ഘട്ടക്കുഴി, K. കവിത, ജയലേഖ, സെക്രട്ടറി G. രാജ്കുമാർ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോഷില, ബിജുമോൻ എന്നിവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം SUCI സ്ഥാനാർത്ഥി K. ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടറി S. സീതിലാൽ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പൗരത്വത്തിന് ജാതിയും മതവും ഏർപ്പെടുത്തിയിട്ടില്ല. എല്ലാ രാജ്യങ്ങളും അതിനുള്ള അപേക്ഷ സ്വീകരിച്ചിട്ട് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ല, അതിന് ജാതിയോ മതവും മാനദണ്ഡമാക്കിയിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക, UN എല്ലാവരും ഇന്ത്യയുടെ ഈ പൗരത്വ നിയമത്തെ അവർ വിമർശിച്ചിരിക്കുകയാണ്. ഒരു ശക്തിയായിട്ട് അത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം. അപ്പം മതം പൗരത്വത്തിന് ഒരു അടിസ്ഥാനമാക്കുന്നത് തീരെ ശരിയല്ല, ജനാധിപത്യ കാഴ്ചപ്പാടിന് എതിരാണ്. അപ്പം ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം അവർക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റും, ബാക്കിയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാം. ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണത്തിൽ മനമെടുത്തിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മനമെടുത്തിട്ട് ഇന്ത്യയിലെ അവിടുന്ന് അതിനേക്കാൾ നല്ലത് ഇന്ത്യയാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുന്ന ധാരാളം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ. അവർക്കെന്താ കൊടുക്കുന്നത്?
ഇങ്ങനെ വന്നിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബാക്കി എല്ലാവർക്കും കൊടുക്കും. മുസ്ലിങ്ങൾക്കും കൊടുക്കത്തില്ല, ജാതി മതം ഇല്ലാത്തവർക്കും കൊടുക്കത്തില്ല. നമ്മളൊക്കെ ആ പെടുത്തുന്നത്. 22 സംസ്ഥാനങ്ങളിലും 3 യൂണിയൻ ടെറിട്ടറികളിലുമായി 151 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാണ് SUCI മത്സരിക്കുന്നതെന്നും ശക്തമായ ദേശീയ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഫാസിസ്റ്റ് വിപത്തിനെ പരാജയപ്പെടുത്താനാവൂവെന്നും സീതിലാൽ അഭിപ്രായപ്പെട്ടു. നിയോജകമണ്ഡലം കൺവീനറായി PR സതീശനെയും ജോയിന്റ് കൺവീനറായി ബിജു സേവ്യറിനെയും 51-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. മാർച്ച് 25-നുള്ളിൽ 4 മേഖലാ കൺവെൻഷനുകൾ പൂർത്തിയാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചതായി കൺവീനർ അറിയിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്ത് സംഘടിപ്പിച്ചു. പുളിങ്ങുന്ന് കോട്ടഭാഗം തളിത്തറ ശ്രീ ഭദ്രാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. ഞായറാഴ്ച രാവിലെ 11-ന് ആരംഭിച്ച ദാർശനിക സെമിനാർ ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ചന്ദ്രൻ പുളിങ്ങുന്ന് ഉദ്ഘാടനം ചെയ്തു. 24-ന് മേടമാസത്തിലെ ചിത്രാവൂർ ദിനം വരുന്നത് ഏപ്രിൽ മാസം 21, 22, 23 തീയതികളാണ്. 23-ാം തീയതിയാണ് ചിത്രാവൂർ ദിനത്തിൽ ശാരദാംബിക ഗുരുദേവ തർക്കങ്ങളായ ശിവഗിരി പ്രതിഷ്ഠ നടത്തിയത്. അതിൻ്റെ സുവർണ്ണ ജൂബിലി 1963-ൽ ആഘോഷം നടത്തിയത്. അതിൻ്റെ പാവനാസ്മരണയ്ക്കാണ് ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്ത് രാജ്യമെമ്പാടും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി, അതോടൊപ്പം മഹാകവി കുമാരനാശാൻ നിർമ്മാണം പ്രാപിച്ചിട്ട് ഭരണയാക്കി ആ ദിവ്യ സമാധി പ്രാപിച്ചിട്ട് 150 വർഷം, അങ്ങനെ 100 വർഷം. അങ്ങനെ എന്തുകൊണ്ടും ഒരു ശതാബ്ദിയുടെ നിറവിൽ 2024-ലെ ധർമ്മമീമാംസാ പരിഷത്ത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യമെമ്പാടും ശ്രീനാരായണ പ്രസ്ഥാനം വിശിഷ്യ ഗുരുധർമ്മ സഭയെ ആഘോഷിക്കുന്നത്. സമ്മേളനത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ മണ്ഡലം പ്രസിഡന്റ് M. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കേന്ദ്രസമിതി അംഗങ്ങളായ രവീന്ദ്രൻ കായംകുളം, SD രവി, മണ്ഡലം സെക്രട്ടറി MR ഹരിദാസ്, മാതൃസഭ ജില്ലാ ചെയർപേഴ്സൺ ചന്ദ്രിക ഗോപിനാഥ്, മാതൃസഭ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണമ്മ രാജേന്ദ്രൻ, സെക്രട്ടറി സുഭാഷിണി തങ്കച്ചൻ, യുവജനസഭ മണ്ഡലം പ്രസിഡന്റ് CS ബിനീഷ്, സെക്രട്ടറി നയന തങ്കച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പഠന ക്ലാസ് ചേർത്തല SN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ MV കൃഷ്ണമൂർത്തി നയിച്ചു. ഉച്ചയ്ക്ക് ഗുരുപൂജ പ്രസാദമൂട്ടിന് ശേഷം നടന്ന ധർമ്മമീമാംസാ പരിഷത്തിന്റെ ഉദ്ഘാടനം ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ സെക്രട്ടറി MD സലീം നിർവഹിച്ചു. രാവിലെ 8 മുതൽ പരിഷത്ത് മണ്ഡപത്തിൽ വിശേഷാൽ പൂജകളും ഗുരുദേവ കൃതികളുടെ പാരായണവും നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗവത്തിലിൻ്റെ 1-ാം ചരമവാർഷികാചരണവും അനുസ്മരണ സിംബോസിയവും മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടത്തി. തിങ്കളാഴ്ച 11:30-ന് വലിയ മെത്രാപ്പൊലിത്ത മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദര പിതാവിന് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. പിതാവ് മാർപ്പാപ്പയുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാർപ്പാപ്പയുടെ അടുത്തുണ്ട്. കാരണം പൗവത്തിൽ പിതാവ് കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് മാർപ്പാപ്പ സ്വീകരിക്കുക. മാർപ്പാപ്പ ഞങ്ങൾ മറ്റുള്ള മെത്രാന്മാരോടൊക്കെ പെരുമാറിയതിനേക്കാൾ വിട്ട് ഒരു എക്സ്ട്രാ മൈല് അടുപ്പം പൗവത്തിൽ പിതാവിനോട് കാണിച്ചു. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പറയുന്ന മാർപ്പാപ്പ പറഞ്ഞു എന്ന വാക്ക് കേട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. മാർപ്പാപ്പ ഇറ്റാലിയനിലാണ് അത് പറഞ്ഞത്. അത് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് പൗവത്തിൽ പിതാവിനെ തർജ്ജമ ചെയ്ത് കൊടുത്തത്. തൂസൈ ല കൊറോണ ഡലക്കിയസെ സർവമാല മലേസെ. മാർപ്പാപ്പ വളരെ വാത്സല്യത്തോടുകൂടി പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യു ആർ ദ ക്രൗൺ ഓഫ് ദ സിറോ മലബാർ ചർച്ച്. രാവിലെ 9:30-ന് മാർ പൗവത്തിൽ സഭ ആചാര്യനും സാമൂഹിക പ്രതിഭയും എന്ന വിഷയത്തിൽ അനുസ്മരണ സിംബോസിയം ആരംഭിച്ചു. അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം, ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത, റവറൻ ഡോക്ടർ സിസ്റ്റർ പ്രസന്ന CMC, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി എന്നിവർ സിംബോസിയത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. റവറൻ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈദികരും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുമടക്കം നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്.
മാന്നാർ പഞ്ചായത്ത് 1-ാം വാർഡിലെ മേൽപ്പാടം CMS LP സ്കൂളിന്റെ വാർഷിക ദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസർ PD ശശിധരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വർഷം മുമ്പാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ന് കാണുന്നത് പോലെയുള്ള കെട്ടിയോ പട്ടികയോ ചുവടോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത 2 ഷെഡുകൾ ഞാൻ ഓർക്കുന്നു. 70 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ പഠിച്ചത്. അന്ന് 5 ക്ലാസ് വരെയുണ്ട്. 5 ക്ലാസ്സിലും കൂടെ ഒരു 100-120 കുട്ടികൾ ഈ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ വീടുകളിലെയും കുട്ടികൾ അന്നിവിടെയാണ് പഠിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ പ്രമോദ് J. ജോൺ അധ്യക്ഷനായി. അഞ്ജന പ്രകാശ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സുനിത എബ്രഹാം, ഹെഡ്മിസ്ട്രസ് ഷേർലി സുഗു, PTA പ്രസിഡന്റ് ബാലേഷ്, പൂർവ്വ വിദ്യാർത്ഥികളായ അനിൽ മാന്തറ, സൂര്യ വിജയകുമാർ, അധ്യാപകരായ സീന അഞ്ജു, SMC മെമ്പർ ബാബു ഇടത്തേൽ, 2-ാം വാർഡ് മെമ്പർ സുജാത മനോഹരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ തിരുനാളിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദീപക്കാഴ്ച ഒരുക്കി. മാർച്ച് 19 ചൊവ്വാഴ്ചയാണ് മരണ തിരുനാൾ. മാർച്ച് 10-നായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ തിരുനാളിന് കൊടികയറിയത്. തുടർന്ന് ഇങ്ങോട്ട് പള്ളിയിൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേകമായി വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ജപമാലയും വിശുദ്ധ കുർബാനയും വചന സന്ദേശവും മധ്യസ്ഥ പ്രാർത്ഥനയും ലീതിഞ്ഞും നടത്തിയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം ശംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയാത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമായിരുന്നു ദീപക്കാഴ്ച. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നടയിൽ വലിയ കൽവിളക്കിൽ തിരി തെളിയിച്ച ശേഷം അതിൽ നിന്നും വിശ്വാസികൾ ഏന്തിയ നിലവിളക്കുകളിലേക്ക് ദീപം പകരുന്നതായിരുന്നു ദീപക്കാഴ്ച. 1000-ലധികം വിശ്വാസികൾ നിലവിളക്കേന്തി ഇതിൽ പങ്കുചേർന്നു. ദീപക്കാഴ്ച ഒരേ സമയം ഭക്തിയും കൗതുകവും ജനിപ്പിക്കുന്നതായി. ഈ ദേവാലയ അങ്കണത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന വലിയ ദീപങ്ങൾ അവിടെ സ്ഥാപിക്കുക പതിവായിരുന്നു. അങ്ങനെ ഈ ദീപങ്ങൾ വലിയ ദീപങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദീപങ്ങൾക്ക് ഈ ജെറുസലേമിനെയും ജെറുസലേം ദേവാലയത്തെയും ജെറുസലേം പശ്ചാത്തലത്തെയും ഒക്കെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ദിനമായ മാർച്ച് 19-ന് രാവിലെ 9:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം നടത്തും. ഉച്ചയ്ക്ക് 12-നാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഊട്ടുനേർച്ച. കുട്ടികളുടെ കന്നിച്ചോറൂട്ടും ഇതോടൊപ്പം നടത്തും. ശബരിമല കാനനപാതയിൽ ഭക്തർക്ക് കൗതുക കാഴ്ചയൊരുക്കി മലമുഴക്കി വേഴാമ്പൽ. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ശബരിമല കാനനപാതയിൽ അപ്പാച്ചിമേടിന് സമീപമാണ് കഴിഞ്ഞ ദിവസം മലമുഴക്കി വേഴാമ്പലിനെ കണ്ടത്. തലയിലെ കറുപ്പും മഞ്ഞയും കലർന്ന തൊപ്പിയും മൂർച്ചയേറിയ ശക്തിയുള്ള വളഞ്ഞ കൊക്കുമായി ഒരു മരക്കൊമ്പിൽ ശാന്തനായിരിക്കുന്ന സംസ്ഥാന പക്ഷിയെ കണ്ടതോടെ തീർത്ഥാടകർക്ക് കൗതുകമായി. ചിലർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു തുടങ്ങി. 50 അടിയെങ്കിലും ഉയരത്തിൽ കൂടുകൂട്ടുന്ന പൊതുവെ ആളനക്കമുള്ള ഇടത്തേക്ക് വരാത്ത മലമുഴക്കി വേഴാമ്പലിനെ ഇത്ര അടുത്ത് കാണാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഭക്തർ. നെല്ലിയാമ്പതി, ആതിരപ്പള്ളി, വാഴച്ചാൽ, ചെന്തുരുണി എന്നിവിടങ്ങളിലെ കാടുകളിൽ സാധാരണയായി മലമുഴക്കി വേഴാമ്പലിനെ കാണാം. അടച്ചക്കൂട്ടിൽ പെൺപക്ഷി അടയിരിക്കുമ്പോൾ ആൺവേഴാമ്പൽ തീറ്റ തേടി അലയും. ഇണ കാത്തിരിക്കുന്നതിനാൽ സദാ ജാഗ്രതയിലായിരിക്കും അവൻ. ശല്യപ്പെടുത്തുന്ന ചെറിയ ഒരനക്കമുണ്ടായാലുടൻ വലിയ ചിറകുകൾ വിരിച്ച് വേഗത്തിൽ പറന്നുപോകും. 10 മിനിറ്റോളം അയ്യപ്പ ഭക്തർക്ക് കാഴ്ച വിരുന്നൊരുക്കിയ ശേഷമാണ് അപ്പാച്ചിമേട്ടിൽ നിന്നും ഇവനും ചിറകടിച്ച് പറന്നകന്നത്. ദേവീസ്തുതികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാവാലം പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികയറി. കഴിഞ്ഞ ദിവസം രാവിലെ 8:31-നും 9-നും മധ്യേ മീനൻ രാശിയിൽ തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി രാജേഷ് ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്.
കൊടിയേറ്റ് ദിനത്തിൽ വാഴപ്പള്ളി കലാസമിതിയുടെ ചെണ്ടമേളവും തുടർന്ന് വേഴക്കാട്ട് നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. 25 രാവിലെ 8 കൊടിയിറങ്ങും. 10 മണിക്ക് ആറാട്ട് പുറപ്പാടും ഉച്ചയ്ക്ക് 12 മുതൽ മഹാപ്രസാദമൂട്ടും നടക്കും. 1:30 മതപ്രഭാഷണം, വൈകിട്ട് 3:30 ആറാട്ട് വരവ്, 4 ആറാട്ട് എതിരേൽപ്പ്, 5 ആറാട്ട് പ്രദക്ഷിണം, വലിയ കാണിക്ക എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും. കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാം തടത്തിൽ അറിയിച്ചു. മാർച്ച് 19 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് ഊട്ടുനേർച്ച. നിരവധി വിശ്വാസികൾ പങ്കെടുക്കുന്ന ഊട്ടുനേർച്ചയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇടവക അംഗങ്ങൾ. കറിക്കരിയുന്നതിലും മറ്റ് ക്രമീകരണങ്ങൾ നടത്തുന്നതിലുമുള്ള തിരക്കിലാണ് ഏവരും. അതേസമയം ഒരുക്കങ്ങൾ ഏറിയകൂറും പൂർത്തിയായെന്ന് ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാം തടത്തിൽ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ശ്രാദ്ധ തിരുനാളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഫാദർ വിശദീകരിച്ചു. ചരിത്രപ്രസിദ്ധമായ കായൽപ്പുറം സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ശ്രാദ്ധ തിരുനാൾ 10 ദിവസമായി ഇവിടെ നടന്നു വരികയായിരുന്നു. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് മാർച്ച് 19 ഊട്ടുനേർച്ചയോടുകൂടിയാണ് ഈ ശ്രാദ്ധ തിരുനാൾ അവസാനിക്കുക. 19-ാം തീയതിയുള്ള തിരുക്കർമ്മങ്ങളിൽ നമ്മുടെ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, കർദിനാൾ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും തുടർന്നുള്ള പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും പൈതങ്ങൾക്ക് ആദ്യ ചോറൂണലും നടത്തിക്കൊണ്ടാണ് ഈ തിരുനാൾ സമാപിക്കുക. 1888 ആരംഭിച്ച ഒരു ദേവാലയമാണ് ഈ സെന്റ് ജോസഫ് ദേവാലയം. അന്ന് മുതൽ, ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇവിടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ വളരെ ഭംഗിയായും വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തി വരികയാണ്. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 19 രാവിലെ 6:15 വിശുദ്ധ കുർബാനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. 9 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. 11 ലതീഞ്ഞും തുടർന്ന് പ്രദക്ഷിണവും നടത്തും. 11:45 നേർച്ച ഭക്ഷണം വെഞ്ചരിക്കും. ഉച്ചയ്ക്ക് 12-നാണ് ഊട്ടുനേർച്ച. കുഞ്ഞുങ്ങളുടെ കന്നിച്ചോറൂട്ടും ഇതോടൊപ്പം നടത്തും. വധൂവരന്മാർ ഇരട്ടകളായ അപൂർവ വിവാഹം നാടിന് കൗതുകമായി. മാന്നാർ ബുധനൂർ ശ്രീ കുന്നത്തൂർ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട വിവാഹമാണ് കൗതുകമായത്. ബുധനൂർ വഴുതനമുറിയിൽ പുത്തൻ വീട്ടിൽ VD പ്രസന്നൻ്റെയും NK സരസമ്മാളിൻ്റെയും ഇരട്ട മക്കളായ പ്രേമയുടെയും പ്രിയയുടെയും കഴുത്തിൽ ഇരട്ടകളായ നിധീഷും നിവേദുമാണ് കഴിഞ്ഞ ദിവസം താലി ചാർത്തിയത്. കോട്ടയം തൃക്കോതമംഗലം തെക്കേ മരങ്ങാട്ടുപറമ്പിൽ AS വാസുവിൻ്റെയും P ഉഷാദേവിയുടെയും മക്കളാണ് ഇരട്ടകളായ നിധീഷും നിവേദും. നിധീഷ് ദുബൈയിലും നിവേദ് അബുദാബിയിലും ഗ്രാഫിക് ഡിസൈനർമാരാണ്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരാണ് പ്രേമയും പ്രിയയും. പാണ്ടനാട് SVHSൽ 10ാം ക്ലാസ്സും പേരിശ്ശേരി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2ഉം ഒരുമിച്ച് പഠനം പൂർത്തിയാക്കിയ പ്രേമയും പ്രിയയും ചെങ്ങന്നൂർ വനിതാ ഗവൺമെൻറ് ITIയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പഠനവും കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. അത്യപൂർവമായ ഈ ഇരട്ട വിവാഹത്തിൽ പങ്കെടുക്കാനായി ഇരു കുടുംബങ്ങളിലെയും ബന്ധുജനങ്ങൾക്കൊപ്പം കൂട്ടുകാരും നാട്ടുകാരും എത്തിയിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6000 രൂപ, പവന് 48,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.